ഇറാന്റെ പരമോന്നത നേതാവ് ആയതുള്ള അലി ഖമനേയി ഇസ്രായേൽ ആക്രമണം ഭയന്ന് ബങ്കറിലേക്ക് മാറിയെന്ന് റിപ്പോർട്ടുകൾ. ഇറാൻ ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഖമനേയിയുടെ മകൻ മൊജ്തബ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും അദ്ദേഹത്തോടൊപ്പമുണ്ട്. വടക്ക് കിഴക്കൻ ടെഹ്റാനിലെ സുരക്ഷിതമായ സ്ഥാനത്തേക്കാണ് ഖമനേയി കുടുംബത്തെ മാറ്റിയിരിക്കുന്നത്. നേരത്തെ ഖമനേയിയെ വധിക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ട് തടഞ്ഞതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇറാൻകാർ അമേരിക്കക്കാരെ ആരെയും കൊന്നില്ലല്ലോ, അവരത് ചെയ്യും വരെ രാഷ്ട്രീയ നേതൃത്വത്തെ ഉന്നം വെക്കുന്ന വിഷയം നാം സംസാരിക്കാൻ പോകുന്നില്ലെന്ന് ട്രംപ് നിലപാടെടുത്തെന്നാണ് 2 US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റോയിട്ടേഴ്സ് റിപ്പോർട്ടിൽ പറയുന്നത്. ട്രംപ് തീരുമാനം വ്യക്തിപരമായി അറിയിച്ചു എന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും സമീപ ആഴ്ചയിൽ അദ്ദേഹം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഇടയ്ക്കിടെ ബന്ധപ്പെട്ടിരുന്നുവെന്ന് അവർ പറഞ്ഞു. ഇറാന്റെ പരമോന്നത നേതാവിനെ വധിക്കാനുള്ള ഇസ്രായേൽ പദ്ധതി ട്രംപ് വീറ്റോ ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് തൊട്ടുപിന്നാലെ ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ നെതന്യാഹു ആ അവകാശവാദം സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തില്ല. ഒരിക്കലും നടന്നിട്ടില്ലാത്ത നിരവധി തെറ്റായ സംഭാഷണ റിപ്പോർട്ടുകളുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ഫോക്സ് ചാനലിനോട് പറഞ്ഞു.